IS-നെയും ജമാഅത്തെ ഇസ്ലാമിയും ഒരേ നിലയ്ക്കാണോ CPM കാണുന്നത്? അതിലൊരു വ്യക്തത തരാൻ പറ്റും? ഇത് ഈ IS-നെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒരുപോലെ കാണുന്നു എന്ന് ആര് പറഞ്ഞു? ഈ പുസ്തകത്തിൽ ഈ സ്മൃതി പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പി ജയരാജന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ടാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഒരു എന്താണ് അതിൻ്റെ അകത്ത് ഊന്നിയിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു. താങ്കൾക്കും അറിയാം, ഈ പാനലിസ്റ്റുകൾക്കും അറിയാത്ത കാര്യമൊന്നുമല്ല അത്. പക്ഷെ നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശ്രീ ഷാഫി ചാലിയം പറഞ്ഞു, ശ്രദ്ധിക്കൂ, പിന്നെ ഇത് ഒരു നരേറ്റീവാണ്. ഏത് പിന്നെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ളത് അങ്ങനെയല്ല സർ. കാരണം ഈ പൊളിറ്റിക്കൽ ഹിന്ദുത്വം ഉണ്ടെങ്കിൽ അവിടെ നിന്നാണല്ലോ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമും വരുന്നത്. അതിൻ്റെതായിട്ടുള്ള വഴികളുണ്ട്. കാരശ്ശേരി മാഷൊക്കെ നന്നായിട്ട് അനലൈസ് ചെയ്തിട്ടുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ. അത് പിന്നെ ഈ BJPയുടെ സംഗതിയൊന്നും അല്ല. എല്ലാ പിന്നെ രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ വിദ്യാർത്ഥികളും ഒക്കെ അനലൈസ് ചെയ്തിട്ടുള്ളതാണ് ഈ കാര്യം. എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? ജയരാജൻ തന്നെ പറഞ്ഞല്ലോ, 92 ബാബറിക്ക് ശേഷമാണ്, ബാബറി പള്ളി ഇഷ്യൂവിന് ശേഷമാണ് ഈ പ്രശ്നം കൂടുതൽ പിന്നെ ആക്റ്റീവ് ആവുന്നത്. ശരി, മതരാഷ്ട്രവാദം പറയുന്നു എന്നുള്ളതാണല്ലോ. മതരാഷ്ട്രവാദം RSSും പറയുന്നു, ജമാഅത്തെയും പറയുന്നു. IS-ന്റേത് കുറച്ചുകൂടി എന്നല്ല, അതിതീവ്ര നിലപാടാണ്. IS-ഉം ജമാഅത്തെയും ഒരേ നിലപാടാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ CPM എന്നുള്ളതാണ്. കാരണം IS-ുമായി ബന്ധപ്പെട്ട ഈ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രതികരണങ്ങൾ വരുന്ന ഘട്ടത്തിലൊക്കെ അവിടെ ജമാഅത്തെയെ കൂടി കൂട്ടിച്ചേർത്ത് പറയാൻ പലപ്പോഴും CPM കുറച്ചു കാലമായി ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ടാണ് ചോദ്യം. രണ്ടും ഒന്നാണ്, ഒരേ നിലപാടാണ് എന്ന നിലപാടാണ് CPM-നുള്ളത്. അതെ, അത് പറയാം സ്മൃതി. കാരണം ഈ ലീഗിന്റെ അവസരവാദ രാഷ്ട്രീയം തുറന്നു കാണിക്കണം. അല്ല, അത് പറഞ്ഞോളൂ. എനിക്ക് മറുപടി കിട്ടിയ ശേഷം താങ്കൾക്ക് പറയാം. എനിക്ക് മറുപടി പറഞ്ഞ ശേഷം താങ്കൾ പറഞ്ഞോളൂ. അല്ല, അതാണ് അങ്ങനെ തന്നെയാണ് ലീഗിന്റെ അവസരവാദ രാഷ്ട്രീയം എന്ന് തന്നെയാണ് CPM അർത്ഥമാക്കുന്നത്. അതേ അവലോകന രേഖയിൽ അത് തന്നെ പറയുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് പി ജയരാജന്റെ പുസ്തകം തന്നെ. അതിലൊരു സംശയവും വേണ്ട, അത് തന്നെയാണ് ബേസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് CPM-ന് അനുമതി കിട്ടിയതിന് ശേഷം അദ്ദേഹത്തിന് പുസ്തകം പിന്നെ പൂർത്തിയാക്കാനും പ്രസിദ്ധീകരിക്കാനും അനുവാദവും കിട്ടിയിട്ടുള്ളൂ. അതാണ് CPM-ന്റെ ബേസിൽ തന്നെ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വിജയരാഘവൻ അതിന് ആമുഖം എഴുതിയിരിക്കുന്നതും. അതൊക്കെ കൃത്യമായിട്ടും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട CPM-ന്റെ നിലപാടിനെയാണ് ഞാൻ ചോദിച്ചത്. അതിലൊരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ഞാൻ താങ്കളോട് ആവർത്തിച്ച് ചോദിച്ചത്. IS-ഉം ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഒരേ രൂപത്തിലാണോ കാണുന്നത് CPM എന്നുള്ളത്? അല്ല, അത് IS-ന്റെ രൂപത്തിനെ ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപത്തിനെയും ഒരേപോലെ അല്ല കാണുന്നത്. അതിനെ സംബന്ധിച്ച് തിയററ്റിക്കലി തന്നെ CPM വ്യത്യസ്തമായിട്ട് തന്നെയാണ് കാണുന്നത്. IS-ന്റെ തൊട്ടുകൂടാത്തവരാണ് എന്ന രൂപത്തിലാണല്ലോ ഇപ്പോൾ പ്രതികരണം, അല്ലേ? ജമാഅത്തെ ഇസ്ലാമിയെ തൊട്ടുകൂടാത്തവരായിട്ടാണല്ലോ ഇപ്പോൾ കാണുന്നത്. അല്ല, തൊട്ടുകൂടാത്തവർ എന്നുള്ളതല്ല. അത് ഐഡിയോളജിക്കൽ പൊസിഷനാണത്. അത്തരം പൊസിഷനിങ് രാഷ്ട്രീയത്തിൽ സർവ്വസാധാരണമാണല്ലോ, അത്തരം പൊസിഷൻ എടുക്കുക എന്നുള്ളത്. ഒരു പിന്തുണയും വേണ്ട. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം നമ്മൾ കണ്ടതാണല്ലോ എങ്ങനെയാണ് പ്രതികരണങ്ങൾ വന്നതെന്ന്. നോക്കൂ, 1996 ഏപ്രിൽ 22 ദേശാഭിമാനിയിൽ വന്നിരിക്കുന്ന ലേഖനമാണ്. അതിൽ കൃത്യമായിട്ട് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ലേഖനത്തിന്റെ ഭാഗം ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അതിൽ CBCI ഇവിടെ കേരളത്തിൽ CPM-നെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുന്നു. കാരണം ക്രിസ്ത്യൻ മതന്യൂനപക്ഷത്തിനെതിരെ വരുന്ന വർദ്ധിച്ച ആക്രമണങ്ങൾ, ആ ഘട്ടത്തിലാണ് അങ്ങനെ ഒരു നിലപാട് അവരെടുത്തത്. അപ്പോൾ അതിന്റെ തുടർച്ചയായിട്ട് പറയുന്ന വാചകങ്ങളാണ്. ക്രിസ്തീയ പുരോഹിതന്മാരുടെ ഈ അഭ്യർത്ഥന വന്നതിന്റെ തൊട്ടുപിറകെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ഘടകത്തിന്റെ തീരുമാനവും പുറത്തുവരുന്നത്. വരുന്ന ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമായി ഒരേ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത ശേഷമാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. തീരുമാനത്തിന് അടിസ്ഥാനമായ അവരുടെ നിഗമനം ഇങ്ങനെയാണ്: രാജ്യത്തെ ഏറ്റവും വലിയ കക്ഷിയും ഭരണകക്ഷിയുമായ കോൺഗ്രസ് ഫാസിസത്തിന്റെ വളർച്ചയ്ക്ക് അനുകൂലമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. മുസ്ലിം ന്യൂനപക്ഷത്തെ ആ പാർട്ടി വഞ്ചിച്ചു, ടാഡ പോലുള്ള കരിനിയമങ്ങൾ അടിച്ചേൽപ്പിച്ചു, അഴിമതിയെ ദേശീയ സംസ്കാരമാക്കി. അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ അവർ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് എടുത്തു പറയുകയാണ് ദേശാഭിമാനി ലേഖനം. അപ്പോൾ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട് ഒരു കാലത്ത്, ആ പിന്തുണ പുറത്തു പറഞ്ഞിട്ടുമുണ്ട്.
അത് ഞാനത് തന്നെയാണ് പറഞ്ഞത്. ഐഡിയോളജിക്കൽ പൊസിഷനാണത്. അത് പല കാലഘട്ടങ്ങളിലും രാഷ്ട്രീയമായ സാധ്യതകൾ മുൻനിർത്തി തന്നെയാണ് അത്തരം പൊസിഷനിങ് വന്നിട്ടുള്ളത്. അത് പിന്നെ ഒരാൾക്ക് മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ കക്ഷികളും അങ്ങനെയല്ലേ. ഇപ്പൊ ഈ ജനതാ പാർട്ടിയുടെ കാര്യം പറഞ്ഞു, ജനസംഘത്തിന്റെ കാര്യം പറഞ്ഞു, അടിയന്തരാവസ്ഥയുടെ കാര്യം പറയുന്നു. ഒരുമിച്ച് നിന്നിട്ടില്ലേ? നിൽക്കേണ്ട കാലത്ത് അങ്ങനെ ഉണ്ടാവാന്നല്ല, ഉണ്ട്. പക്ഷെ അത് വെച്ചുകൊണ്ട് ഇപ്പോഴത്തെ വലിയ വ്യത്യാസമാണോ? വലിയ വ്യത്യാസം വന്നോ? ഏത് എവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി 96-ലും 2024-ലേക്ക് എത്തുമ്പോൾ വേറെ രൂപത്തിലേക്ക് മാറിയോ? അറിയില്ല, ഞാൻ ചോദിക്കുകയാണ്. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അതിപ്പോ പിന്നെ സ്മൃതിക്ക് പറഞ്ഞു തരാതെ തന്നെ മനസ്സിലാക്കാവുന്ന ആളാണല്ലോ. ഒരുപാട് മൗദൂദിസം എത്രത്തോളം മാറിയിട്ടുണ്ട്, ഏതൊക്കെ നിലയിലാണ് മൗദൂദിസം മാറിയിട്ടുള്ളത്, അതിന്റെ പിന്നെ ഓരോ അടരുകളെടുത്ത് പരിശോധിച്ചാൽ തന്നെ അറിയാമല്ലോ. അത് അങ്ങനെ പരിശോധിക്കാൻ കഴിയുന്നൊരു ചർച്ചാവേളയല്ലല്ലോ ഇപ്പോ. അപ്പൊ അങ്ങനെ മൗദൂദിസത്തിന് അങ്ങനെ കാണാനും കഴിയില്ല. അതിൻ്റെതായിട്ടുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള പൊസിഷനിങ് ഉണ്ട് സ്മൃതി, ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ ഓരോ രാഷ്ട്രീയ കക്ഷികളും ഓരോ കാലത്തും ഓരോ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാട് തെറ്റോ ശരിയോ എന്ന് പരിശോധിക്കേണ്ട സമയമല്ലല്ലോ ഇപ്പോഴുള്ളത്. ഇപ്പോൾ ഉള്ളത് ജയരാജന്റെ പുസ്തകമുള്ള നമ്മുടെ മുമ്പുള്ള പ്രശ്നം. ഞാൻ അതുമായിട്ട് മാത്രം ബന്ധപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. മറ്റേ കാര്യമൊന്നും വിശദമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ ചർച്ച ചെയ്യാൻ ഒരുക്കവുമാണ്. പക്ഷെ നമ്മുടെ ഈ സമയം അതിന് പോരല്ലോ. അതിന്റെ ഒരു പരിമിതി മാത്രമേ എന്റെ മുമ്പിലുള്ളൂ, വേറൊന്നുമില്ല. പക്ഷെ മറ്റേ പുസ്തകം അങ്ങനെയല്ല. പുസ്തകം ഇപ്പൊ ജയരാജന്റെ പുസ്തകം വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഈ കൂട്ടത്തിൽ ആരോ പറയാൻ കേട്ടു. കാരശ്ശേരി മാഷ് അല്ലെന്ന് ഞാൻ വിചാരിക്കട്ടെ. അതിന്റെ ആവശ്യമില്ലല്ലോ ജയരാജന്. ഇത് പുസ്തകം പ്രചരിപ്പിക്കാനാണോ ഇത്തരത്തിലുള്ള ഇത്? ഒരാൾ ചോദിച്ചാൽ, ഒരു അഭിമുഖത്തിൽ ചോദിച്ചാൽ മറുപടി പറയുന്നത് അതുകൊണ്ടല്ലോ. അപ്പൊ അതിന്റെ അകത്ത് ഇത് 25 നൂറ്റാണ്ടായി RSSകാര് അതിക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചിട്ട്. 99 ഓഗസ്റ്റ് 25-ലാണ് ഒരു സംഭവം. 25 കൊല്ലമായി. ആ ജയരാജനെ ഇപ്പൊ ഹിന്ദുത്വമായിട്ട് കൂട്ടിക്കെട്ടാനായിട്ട്, അതെ, ഹിന്ദുത്വമായിട്ട് കഷ്ടമാണ്. രണ്ടുപേരും ഒന്നിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല. നിലവിൽ ഈ പ്രതികരണം ആരെ സഹായിക്കാൻ? വളരെ പദ്ധതിക്കാണ് അത്തരം സമീപനങ്ങളൊക്കെ. അല്ല, പി ജയരാജൻ, കണ്ണൂരത്തെ പി ജയരാജൻ എന്ന നേതാവ് RSSന് വേണ്ടി വർത്തമാനം പറയുന്നു, പുസ്തകം എഴുതുന്നു എന്നൊക്കെ അത്ര വലിയ ഭാവനാ സങ്കല്പം നടത്തണമെങ്കിൽ അപാരമായ ഭാവനാ സിദ്ധി തന്നെ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.